നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാതെ, നമ്മളൊരിക്കലും കിട്ടുമെന്ന് ഒന്നും ഓർക്കാതെ, നമ്മൾ ചോദിക്കാതെ പറയാതെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് വരുന്നു ഒന്ന് ആലോചിച്ച് നോക്കി. അതൊരു അത്ഭുതമാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ നമ്മുടെ യൂട്യൂബിലെ തന്നെ വേറൊരു വീഡിയോ കണ്ടിട്ട് ഒരു ടെക്നിക്ക് പരീക്ഷിച്ചു. അതിൻ്റെ ഒരു റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടാണ് ഞാനിന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. നമ്മളൊക്കെ ഒരുപാട് നേർച്ചകളും താന്ത്രികങ്ങളും ഒക്കെ ചെയ്യാറുണ്ട്, മന്ത്രങ്ങളും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ യൂട്യൂബിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കിടക്കുന്നു. അതിലൊക്കെ എത്രത്തോളം ശരിയുണ്ട് തെറ്റുണ്ടെന്നും നമുക്കറിയില്ല. എന്നിരുന്നാലും നമുക്ക് കുറച്ച് ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പ്രയോഗിക്കാറുണ്ട്. അതിനകത്ത് എത്രത്തോളം ശരിയുണ്ടെന്നുള്ളതൊക്കെ പിന്നീടാണ് അതിൻ്റെ വാസ്തവങ്ങളൊക്കെ പിന്നീട് ചിലപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടുമ്പോൾ നമ്മളതിനെ മനസ്സിലാക്കും. അത് സത്യമാണ്, ഇത് കുഴപ്പമില്ല, ഇത് നമുക്കത് പ്രയോജനപ്പെട്ടു എന്ന് നമ്മൾ മനസ്സിലാക്കും. എന്ന് പറയുന്നത് പോലെ ഒരു വീഡിയോ കാണാൻ ഇടയായി. എല്ലാവർക്കും ഓരോരോ ആവശ്യങ്ങളുണ്ട്. ആവശ്യാനുസരണം നമ്മൾ ഓരോന്നോരോന്ന് കിട്ടുന്നതനുസരിച്ച് ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ യൂട്യൂബൊക്കെ കാണുമ്പോൾ മിക്കവാറും ഞാൻ കൂടുതലും കാണുന്നതെന്ന് പറഞ്ഞാൽ ആത്മീയമായിട്ടുള്ള ചാനലുകളൊക്കെ കാണാറുണ്ട്. പിന്നെ ഞാൻ കാണുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ പൂച്ചക്കുട്ടികൾ, പട്ടിക്കുട്ടികൾ, അതുപോലെ തന്നെ കിളികൾ, ഇങ്ങനെയുള്ള പിന്നെ പാട്ട്, അങ്ങനെയുള്ളൊക്കെ ചെടികൾ, പൂക്കൾ, ഇതെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഇതെല്ലാം കാണും. പിന്നെ കാണുമെന്ന് പറഞ്ഞാൽ പാട്ടുകൾ കാണും, ഒരുപാട് ഇഷ്ടമാണ്. നമ്മൾ പാടാറില്ല, എന്നിരുന്നാലും നമ്മൾ പാട്ടുകൾ നന്നായിട്ട് ആസ്വദിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ഞാൻ കുറച്ച് നാൾക്ക് മുമ്പ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടിയതാണ്. സ്ഥിരമായിട്ട് ഞാൻ കാണാറുണ്ട്. എല്ലാ പുതിയ വീഡിയോസ് വരുമ്പോഴും കാണാറുണ്ട്. ഇപ്പം നമ്മളിതിനകത്തൊരു മെമ്പർ ആയതുകൊണ്ട് നമ്മളെപ്പോലെ വീഡിയോസ് ഇടുന്ന ഒരുപാട് പേർക്ക് സപ്പോർട്ടായിട്ട് അവരുടെ വീഡിയോ കാണും, കമൻറ്റ് ചെയ്യും, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യും. അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഇരിക്കലെയാണ് ഞാൻ ഈ ഒരു വീഡിയോ കാണാൻ ഇടയായത്. ആദ്യം ഞാനൊന്ന് കണ്ടപ്പോൾ അത് ഒന്നൊന്ന് പരീക്ഷിച്ച് നോക്കണം എന്നോർത്തെങ്കിലും പിന്നീട് ഞാനതങ്ങ് വിട്ടുപോയി. ആദ്യമേ ഞാനൊരു തിരുമേനി പറയുന്നതാണ് ഞാൻ ആദ്യം കേട്ടത്. അതാണ് ഞാൻ വിട്ടുപോയത്. തിരുമേനി പറയുന്നത് ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഉപകാരമാകും എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഈ വീഡിയോ കാണുന്നത് ചിലപ്പോൾ ഇട്ടതിന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമായിരിക്കാം. രജനി എന്ന് പറയുന്ന ഒരു ചേച്ചിയുടെ വീഡിയോ ആണ് ഞാൻ കണ്ടത്. പുള്ളിക്കാരുടെ എല്ലാ വീഡിയോയും കാണും. ഒരുപാട് ടിപ്പുകളും ഒരുപാട് കാര്യങ്ങളും ഒക്കെ പറയുന്ന ആ ചേച്ചി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നല്ലൊരു ചേച്ചിയാണ്. പുള്ളിക്കാരുടെ വീഡിയോ ഒക്കെ കാണും. പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ പറയുന്നുണ്ട്, കുറച്ച് അന്ധവിശ്വാസമൊക്കെ ഇതിനകത്ത് നിറയ്ക്കുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അതായത് ഒരാൾക്ക് വിശ്വാസമുള്ളത് വേറൊരാൾക്ക് അന്ധവിശ്വാസമാകും. അത് പൊതുവേ അങ്ങനെയാണ്. ഒരു കാര്യം ഒരാൾ പറഞ്ഞാൽ ചിലവരത് വിശ്വസിച്ചിട്ട് ചിലവരതിനെ തള്ളിക്കളയും. പിന്നെ അവർക്ക് അതിൻ്റെതായിട്ടുള്ള അനുഭവങ്ങളോ കാര്യങ്ങളോ വരുന്ന സമയത്താണ് അവരതിനെ വിശ്വാസത്തിലേക്ക് എടുക്കുന്നത് എന്ന് പറയുന്നത് പോലാണ് ഞാനും. അങ്ങനെ ആ ചേച്ചി പറഞ്ഞു, 1212 എന്നൊരു നമ്പർ എഴുതി നിങ്ങളുടെ മോതിരവിരലിൽ എഴുതി നിങ്ങളുടെ ആഗ്രഹം പറഞ്ഞ് തുടർച്ചയായിട്ട് 21 ദിവസം ചെയ്ത് നോക്ക്. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ആഗ്രഹം നടക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഞാൻ ആദ്യം കണ്ടപ്പോൾ വേറൊരു വീഡിയോ കണ്ട് ഞാനത് മറന്നുപോയി. ഞാൻ വർക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ പോയപ്പോൾ ഞാനങ്ങ് മറന്നുപോയി. ഈ വീഡിയോ കണ്ടപ്പോൾ അതിൻ്റെ താഴേക്ക് കമൻറ്റുകളൊക്കെ നോക്കി. നമ്മൾ സാധാരണ ഏത് വീഡിയോ വന്നാലും ആദ്യമേ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കലേ തന്നെ നമ്മളതിൻ്റെ കമൻറ്റുകൾ നോക്കും. എങ്ങനെയുണ്ട്, കൊള്ളാമെന്നാണോ പറയുന്നത്, കൊള്ളത്തില്ലെന്നാണോ പറയുന്നത്, അവർക്ക് റിസൾട്ട് കിട്ടിയെന്നാണോ പറയുന്നത്, റിസൾട്ട് കിട്ടിയില്ലെന്നാണോ പറയുന്നത് എന്നറിയാൻ ഞാൻ ഈ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ കമൻറ്റ് സെക്ഷനൂടെ ഇങ്ങനെ വാച്ച് ചെയ്ത് പോരും.
അപ്പോൾ കുറേ ആൾക്കാർ ഉപകാരപ്പെട്ടു ചേച്ചി നല്ലതാണ് എന്ന് പറയും. അങ്ങനെ ആ ചേച്ചിയുടെ ഏത് വീഡിയോ വരുമ്പോഴും അതിൻ്റെയൊക്കെ താഴെ വരുന്നുണ്ട്, ചേച്ചി ഇത് ഒന്നുകൂടെ ചെയ്യണേ, 12 ഒന്നുകൂടെ ചെയ്യണേ. അപ്പോൾ എനിക്ക് ജിജ്ഞാസയായി. എടാ ഇത് ചിലവർക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടി, അപ്പോൾ ഇതുകൊണ്ട് ഉപകാരപ്പെട്ടല്ലോ, നമുക്കൊന്ന് പരീക്ഷിക്കാം എന്ന് കരുതി. അങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസം, അതിപ്പോൾ മഷി ഏതായാലും കറുപ്പല്ലാത്ത നീലയോ പച്ചയോ ആവാം നമുക്ക് എഴുതുന്നത്. അപ്പം ഞാൻ ആദ്യമൊക്കെ പച്ചയാണ്, 2-3 ദിവസം പച്ചയാണ് ഉപയോഗിച്ചത്. പിന്നെ ഞാൻ നീല, കാരണം രാവിലെ 7 മണി തൊട്ട് വൈകിട്ട് 7 മണി വരെയുള്ള സമയമാണ്. അതിനകത്ത് പല രീതിയിലാണ് ഓരോരുത്തർ പറയുന്നത്. ഈ സമയമാണ് ഞാനും ഇതിനുള്ളിൽ രാവിലെ 7 തൊട്ട് വൈകിട്ട് 7 വരെയുള്ള സമയം, അല്ല 6 തൊട്ട് വൈകിട്ട് 7 വരെയുള്ള സമയമാണ് ഞാനും യൂസ് ചെയ്യുന്നത്. അപ്പം ഇടയ്ക്കുള്ള ടൈമിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഒരാഗ്രഹം അല്ല, നമുക്കൊരുപാട് ആഗ്രഹങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിലേക്ക് ഇങ്ങനെ തിരയടിച്ച് വരുന്ന പോലെ ഇങ്ങനെ വരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്നോ, എനിക്ക് അത്യാവശ്യം ഇച്ചിരി പൈസയാണ് മനസ്സിൽ ഇമ്പോർട്ടൻ്റ് കൊടുത്തത് കേട്ടോ. അപ്പം ഞാൻ ആഗ്രഹം പറഞ്ഞു, അല്ലെങ്കിൽ എനിക്കത് പറഞ്ഞത് കൊണ്ട് നമ്മൾ ആഗ്രഹിച്ച അത്രയും തുക അല്ല കിട്ടിയത്, അത് കുറച്ചാണ് കിട്ടിയത്. പക്ഷേ നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാതെ, നമ്മളൊരിക്കലും കിട്ടുമെന്ന് ഒന്നും ഓർക്കാതെ, നമ്മൾ ചോദിക്കാതെ പറയാതെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് വരുന്നു ഒന്ന് ആലോചിച്ച് നോക്കി. അതൊരു അത്ഭുതമാണ്. ഞാൻ എന്തും വേണ്ടി തവണ യൂണിവേഴ്സിന് നന്ദി പറഞ്ഞെന്നറിയാമോ. അതോടൊപ്പം രജനി ചേച്ചിക്ക് നന്ദി പറഞ്ഞു, പിന്നെ ആ തിരുമേനിക്കും പറഞ്ഞു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യമേ ഞാൻ കണ്ട വീഡിയോ എന്ന് പറഞ്ഞാൽ തിരുമേനിയുടേതാണ്. അത് കഴിഞ്ഞാണ് രജനി ചേച്ചിയുടെ വീഡിയോ കണ്ടത്. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണാം എന്ന് തോന്നുന്നു, കഴിഞ്ഞൊരു ദിവസം ഞാനേ ഇത് കണ്ടില്ലേ, എൻ്റെ അതിനകത്ത് നോക്കുമ്പോൾ 15 എന്നാണ് തോന്നുന്നത്, അല്ലേ 12 ഞാൻ കഴിഞ്ഞൊരു ദിവസം ഒരു വീഡിയോ ചെയ്തായിരുന്നു, ഒരു ചെമ്പരത്തിയുടെ. അപ്പം ഞാനത് അതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ചെമ്പരത്തി മൊട്ട് കയ്യിൽ ഇങ്ങനെ പിടിക്കുന്നതും ആ ഒരു വീഡിയോയിൽ ഇങ്ങനെ നിവർക്കുമ്പം ഈ 12 കാണുന്ന അപ്പം അതിനകത്ത് ഞാൻ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു, പരീക്ഷണം 12 എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഇടയായത്. അപ്പോൾ ഈ പ്രതീക്ഷിക്കാതെ എൻ്റെ കയ്യിലേക്ക് പൈസ വന്നപ്പോൾ ഭയങ്കര സന്തോഷം. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എനിക്ക് ഇപ്പം നമുക്ക് എത്ര രൂപ കിട്ടിയാലും നമുക്ക് തികയത്തില്ല. പക്ഷെ നമ്മുടെ അത്യാവശ്യങ്ങൾക്ക് പൈസ വേണമല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ലോട്ടറി എടുത്താൽ പൈസ പോകുന്നതല്ലാതെ യാതൊരു ഗുണവുമില്ല. കാരണം എല്ലാവരും ഇതുപോലെ തന്നെ കുറേ ടിപ്പുകൾ ഇട്ടിട്ടുണ്ട്, ലോട്ടറി എടുക്കാൻ അത് ചെയ്ത് ഞാനൊക്കെ ശ്രമിച്ച് നോക്കിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യമാണ്, ലോട്ടറി എടുത്ത് വെറുതെ പൈസ കളയാൻ ഞാൻ മെനക്കെടാറില്ല. കാരണം ഒത്തിരി ലോട്ടറിയൊക്കെ എടുത്ത് വല്ലൊരു കാലം വർഷത്തിൽ 2-3 തവണയൊക്കെ ലോട്ടറി എടുക്കുക, അതിൽ കൂടെ ഒന്നും എടുക്കത്തില്ല. അതടിച്ചില്ലെങ്കിൽ നമ്മൾ ചില സമയത്തൊക്കെ ഈ കാല് വയ്യാത്തവരും കൈ വയ്യാത്തവരും കണ്ണ് കാണാൻ ബുദ്ധിമുട്ടുള്ളവരും ഒക്കെ ലോട്ടറിയും കൊണ്ട് വരുമ്പം നമ്മളതിന് പ്രൈസ് നോക്കിയിട്ടല്ല നമ്മൾ അവരോട് ലോട്ടറി എടുക്കുന്നത്. ആ ലോട്ടറി ഒന്നും ഞാൻ പ്രൈസ് ഉണ്ടോയെന്ന് പോലും നോക്കത്തില്ല. കാരണം അത് വാങ്ങിച്ചപ്പോഴേ എവിടെയെങ്കിലും ഒന്നി പേഴ്സിനകത്തോ ബാഗിനകത്തോ വെച്ചേക്കും. പിറ്റേ ദിവസത്തേതായിരിക്കും അത്, അല്ലെ അന്നത്തേതായിരിക്കും, ഞാനങ്ങ് മറന്നു പോകും. പിന്നെ ദിവസങ്ങൾ കഴിയുമ്പം പിന്നെ ഇതൊക്കെ അങ്ങ് വിട്ടു. പിന്നെ കുറേ നാൾ കഴിഞ്ഞായിരിക്കും ഞാൻ ഓർക്കുന്നത് ഒരു പ്രൈസ് ഉണ്ടായിട്ടുണ്ട്, ഇത് ഏതെങ്കിലും ടൈമിൽ പ്രൈസ് ഉണ്ടായിട്ടുണ്ടോ അതും അറിയത്തില്ല. അതേസമയം എനിക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ട്, 500 1000 ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ കണ്ടക്ടറായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് സ്ഥിരമായിട്ട് വണ്ടിയിൽ ലോട്ടറി വിൽക്കാൻ വരുന്നവരുണ്ട്. അപ്പോൾ അവരാണെങ്കിൽ നമുക്ക് കൊണ്ടുവന്ന് തരും, സാറേ ഒരെണ്ണം എടുക്ക് സാറേ എന്നും പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പം നമ്മൾ ഒരു ജീവിത മാർഗത്തിന് അതിൽ നിൽക്കുന്നു, അവരും അവരുടേതായ ഒരു ജീവിത മാർഗത്തിന് വന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യും, അവരെ ഒന്ന് സഹായിക്കാം. ഒരു ലോട്ടറി എടുത്താൽ അവർക്ക് 2-3 അല്ലെ അത്രയല്ലേ കിട്ടുകയുള്ളൂ. ആരെങ്കിലൊക്കെ എടുത്തെങ്കിലല്ലേ അവരുടെ ജീവിതം അരി വാങ്ങിക്കാൻ വേണ്ടിയിട്ടല്ലേ. സാമ്പത്തികമുള്ളവർ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നുണ്ടോ ലോട്ടറി വിൽക്കാൻ? ഇല്ല. അപ്പം നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം ആവട്ടെ എന്ന് കണ്ട് ഞാൻ അന്നൊക്കെ എടുക്കും. അപ്പോൾ അന്നേരമൊക്കെ ഞാനിത് അന്നും നോക്കത്തില്ല. അന്നും എന്താ ചെയ്യുക, അവർ പിറ്റേ ദിവസം വരുമ്പം സാറേ അതിങ്ങനെ തന്നേ നോക്കട്ടെ എന്ന് പറയും.
അവർ നോക്കിയിട്ടാ 500 അടിച്ച് കേട്ടോ 1000 അടിച്ച് കേട്ടോ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ പിന്നെ ലോട്ടറി എടുക്കും. അന്നൊക്കെ പിന്നെ എടുക്കുമായിരുന്നു. പിന്നെ ഇപ്പം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളൂ. വല്ലപ്പോഴും ഇടയിലുള്ള യാത്രയിലൊക്കെ പോകുമ്പം ഇതുപോലെ സുഖമില്ലാത്ത ആൾക്കാർ ലോട്ടറി വിൽക്കുമ്പോൾ നമ്മളെടുക്കും. അപ്പോൾ അത് നോക്കാറില്ല. അതുകൊണ്ട് അതിന് പ്രൈസ് ഉണ്ടായിട്ടുണ്ടോ എന്നും അറിയില്ല. അപ്പം ഈ പറഞ്ഞത് ഇതിപ്പം സത്യസന്ധമായ ഒരു കാര്യമാണ് കേട്ടോ. പലര് ഇതിനെക്കുറിച്ച് 12 കുറിച്ച് വീഡിയോ ചെയ്തേക്കുന്നത് ഞാൻ കണ്ടു. അതെ, അവർക്കൊക്കെ റിസൾട്ട് കിട്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തേക്കുന്നത്. അപ്പം നിങ്ങൾക്കും റിസൾട്ട് കിട്ടും, 100% ഉറപ്പാണ്. അപ്പം നമ്മളിപ്പോൾ വലിയ റിസൾട്ടൊന്നും അല്ല പ്രതീക്ഷിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു ചെറിയ ആഗ്രഹം സാധിച്ചു, അത് ഒരു വലിയൊരു നമ്മൾക്കിപ്പോൾ നടക്കത്തില്ല എന്ന് ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾക്ക് ഒരാളോട് പൈസ ചോദിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. ആരോടായാലും കടം ചോദിക്കാൻ ബുദ്ധിമുട്ടില്ലാത്തവരുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് കടം ചോദിക്കാൻ വലിയ പാടാണ്. അപ്പം ഈ കടം ചോദിക്കാൻ പാടുള്ള നമുക്ക് ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും, നമ്മൾക്ക് എങ്ങനെ എവിടെ നിന്ന് പൈസ ഉണ്ടാവും. എന്നെ സംബന്ധിച്ച് സത്യം പറഞ്ഞാൽ എന്തൊരാവശ്യം വന്നാലും ഞാൻ കുറേ നീറി മനസ്സുകൊണ്ട് വിഷമിച്ചിരിക്കും. പക്ഷേ കൃത്യസമയമാകുമ്പോൾ എവിടുന്നെങ്കിലും എനിക്കതിനുള്ള വകുപ്പ് ഒത്തുവരും. എന്തെങ്കിലും രീതിയിൽ എനിക്ക് ഇപ്പം ഒത്തിരി പൈസയുടെ ആവശ്യമൊന്നും വരത്തില്ല. എന്നിരുന്നാലും ആ പൈസയുടെ ആവശ്യം ആ കൃത്യസമയമാകുമ്പോൾ ഞാൻ ഒത്തിരി സങ്കടപ്പെട്ടാലും ഒത്തിരി നീറിയാലും എനിക്ക് ആ പൈസ അല്ലെങ്കിൽ എന്ത് കാര്യം വന്നാലും സാധിച്ചിട്ടു എന്ന് പറയുന്നത് പോലെ ഇത് ഞാൻ പരീക്ഷണാർത്ഥം ഒന്ന് ശ്രമിച്ചു നോക്കിയാണ് പ്രിയപ്പെട്ടവരെ. എൻ്റെ കയ്യല്ല കണ്ട ഈ മോതിരം, ഞാൻ മോതിരം മൂരി മാറ്റി വെച്ച് മോതിര വിരളയിൽ ഇത് എഴുതാൻ തുടങ്ങി. ഇതെല്ലാം ഞാൻ നാമമോതിരം ഇട്ടേക്കുമായിരുന്നു. ഇത് ഞാൻ എഴുതാൻ തുടങ്ങി. എഴുതി 4ാമത്തെ ദിവസം, അതായത് മിനിഞ്ഞാന്ന്. ഇന്നിപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നത് എന്നേ ഉള്ളൂ. മിനിഞ്ഞാന്ന് എനിക്ക് വീഡിയോ ചെയ്യാൻ പിന്നീട് എനിക്ക് സമയം കിട്ടിയില്ല. അതുകൊണ്ടാണ് മിനിഞ്ഞാന്ന് ഞാൻ ഉദ്ദേശിക്കാതെ എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ വന്നു. അതായത് എൻ്റെ ബർത്ത്ഡേയുടെ ദിവസം. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേ 25-ാം തീയതി ആയിരുന്നു. 25/5/2025 25-ാം തീയതിയാണ് എൻ്റെ ബർത്ത്ഡേ. ആ ബർത്ത്ഡേയുടെ അന്ന് എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ വന്നു. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല എൻ്റെ അക്കൗണ്ടിൽ പൈസ വരുമെന്ന്. ഞാൻ ആരോടും ചോദിച്ചുമില്ല, പറഞ്ഞുമില്ല, ഒന്നുമില്ല. അതുപോലെ പിന്നെ ഞാൻ തുടർച്ചയായിട്ട് എഴുതുന്നുണ്ട്. വേറെയും കുറേ ആഗ്രഹങ്ങളുണ്ട്. ആഗ്രഹങ്ങൾ തീർന്നാൽ നമ്മൾ ഇല്ലാണ്ടാവും ഇല്ലേ? ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും തീർന്നാൽ പിന്നെ നമ്മളുണ്ടോ? നമ്മളില്ലെങ്കിൽ നമ്മളുള്ളിടത്തോളം കാലം നമുക്ക് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ട് എന്നും പറഞ്ഞു. ഒരുപാട് ആഗ്രഹങ്ങളൊന്നുമല്ല, നമ്മളെക്കൊണ്ട് സാധിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായത് മാത്രം, അനാവശ്യമായ ആഗ്രഹങ്ങളൊന്നുമില്ല. അപ്പം നിങ്ങളും പരീക്ഷിക്കണം പ്രിയപ്പെട്ടവരെ. ഇതുപോലെ ഈ മോതിരവിരലിൽ 12 എന്ന് എഴുതുക. നിങ്ങളുടെ ആഗ്രഹം എഴുതിയതിന് ശേഷം ഇതിൽ നോക്കി മനസ്സിൽ സങ്കല്പിക്കുക. എന്താഗ്രഹമാണെങ്കിലും മനസ്സിൽ സങ്കല്പിക്കുക. നിങ്ങൾക്കത് തീർച്ചയായിട്ടും നടന്നു കിട്ടും. ഞാനിത് രാവിലെ 6-ന് ശേഷം വൈകിട്ട് 7-ന് മുമ്പായിട്ട് എഴുതി വയ്ക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും 12 എഴുതുക. നിങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുക. പ്രപഞ്ചശക്തിക്ക് അല്ല യൂണിവേഴ്സിന് നന്ദി അർപ്പിക്കുക. കഴിയുന്നത്ര നന്ദി. നന്ദിക്ക് അളവില്ല. അതിന് നമുക്ക് എത്രത്തോളം പറയാൻ പറ്റുമോ അത്രത്തോളം നന്ദി പറയുക. തന്നതിനും ഇപ്പം നമ്മുടെ ജീവിതത്തിൽ തന്ന സന്തോഷത്തിനും തരാനുള്ള സന്തോഷത്തിനും നന്ദി പറഞ്ഞ് പ്രപഞ്ചശക്തിയോട് നന്ദി പറയുക. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരും. അത് എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇപ്പം ഈ ഒരു അനുഭവം പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇതാണ് ഫ്രണ്ട്സ് എൻ്റെ മോതിരവിരലിൽ എഴുതിയേക്കുന്ന ഏഞ്ചൽ നമ്പറായ 1212. നമുക്ക് പണത്തിൻ്റെ ആവശ്യം തന്നെയല്ല, നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ഈ നമ്പർ കൊണ്ട് നമുക്ക് സാധിക്കാൻ പറ്റും. അപ്പം നിങ്ങളെല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കണം. പരീക്ഷിക്കാൽ ഇതൊരു സത്യമാണ്. അപ്പോൾ ഇനിയും പുതിയതായി അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളിത് പരീക്ഷിക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണെങ്കിലും എൻ്റെ വീഡിയോയ്ക്ക് ഇടയിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ.